ഹലോ നമസ്കാരം, എല്ലാവർക്കും കെമിസ്ട്രി ട്യൂട്ടോറിയലിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് SLCയുടെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ 5 വീഡിയോ ആയിട്ടാണ്. ചാപ്റ്റർ 5 അലോഹ സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചാപ്റ്റർ 4 ഒക്കെ നോക്കിക്കഴിഞ്ഞു. ചാപ്റ്റർ 4ൽ നമ്മൾ ലോഹങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ ചാപ്റ്റർ 5ൽ ലോഹങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് അലോഹം, നോൺ മെറ്റൽസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഞാൻ ഈ ചാപ്റ്ററിന് 4 കണ്ടന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ 4 കണ്ടന്റ്. അപ്പം ഈ ഒരു കണ്ടന്റിലേക്ക് കൂടി അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ചാപ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് നോൺ മെറ്റൽസ് എന്താണെന്ന് നോക്കാം. നോൺ മെറ്റൽസ് നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെറ്റാലിക് ക്യാരക്ടറാണ്. ഇങ്ങനെ അറ്റത്ത്, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് കാണുന്നത്, നോൺ മെറ്റൽസ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ മെറ്റൽസും നോൺ മെറ്റൽസും? നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം, നമുക്ക് എസ് ബ്ലോക്കിൻ്റെ എടുക്കാം. എസ് ബ്ലോക്കിലുള്ള ആൾക്കാർ എപ്പോഴും ഇലക്ട്രോണിനെ എന്താ ചെയ്യുക, കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എസ് ബ്ലോക്കിൽ സോഡിയം എടുക്കാം. അതായത് പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരാളാണ്. അറ്റോമിക് നമ്പർ എത്രയാ? അറ്റോമിക് നമ്പർ 11 ആണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് 281 എന്നാണ് വരുന്നത്. ഇനി വേറൊരാൾ എടുക്കുക. നമുക്ക് ഇങ്ങേ അറ്റത്തുള്ള എടുത്തു. ഇനി നമുക്കൊന്ന് ഇങ്ങേ അറ്റത്തുള്ള എടുത്ത് നോക്കാം. നമുക്ക് ഫ്ലൂറിൻ എടുത്ത് നോക്കാം. ഹാലജൻ ഫാമിലിയിലുള്ള ഫ്ലൂറിൻ ഒന്ന് എടുത്തേക്കാം. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? അറ്റോമിക് നമ്പർ 9. നോക്കിയേ, 9 കിട്ടാൻ 2 7 ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം എല്ലാ എലമെൻറ്റും എന്താ ചെയ്യുക, സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുക. സോഡിയത്തിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ അവർ എന്ത് ചെയ്യും, ലൂസ് ചെയ്യുക. 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, അതായത് കൊടുക്കും, ആർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഫ്ലൂറിൻ എന്താ ചെയ്യുക, ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, വാങ്ങും, ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, ഒക്റ്ററ്റ്, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കംപ്ലീറ്റ് ആയി. അപ്പം ഈ വാങ്ങിക്കുന്ന ആൾക്കാർ ഇലക്ട്രോൺ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോൺ കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെയാണ് എന്ത് പറയുന്നത്, മെറ്റൽസ് എന്ന് പറയുന്നത്. ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, കെമിക്കൽ റിയാക്ഷനിൽ ലോഹങ്ങൾ പൊതുവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങൾ. അതായത് മെറ്റൽ അല്ലാത്തത്, ലോഹമല്ലാത്ത പ്രോപ്പർട്ടി കാണിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ആൾക്കാരുണ്ട്, രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരുണ്ട്, മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ. അവർ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ബോറോൺ, അലുമിനിയം, ഇങ്ങനെ വരുന്ന ഭാഗം വരെ ഏകദേശം മെറ്റൽസ് ആണ് വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇതൊക്കെ എന്തായിട്ട് വരുന്നു, നോൺ മെറ്റൽ ആണ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഫോമിലൊക്കെ കാണുന്നുണ്ട്. മെയിൻലി കാണുന്നത് ഗ്യാസസ് ഫോമിലാണ് കാണുന്നത്. അപ്പോൾ നോൺ മെറ്റൽസ് എവിടെയാണ് കാണുക, പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ അറ്റത്താണ് എന്ത് കാണുന്നത്, നോൺ മെറ്റൽസ് കാണുന്നത്. മെജോറിറ്റി എന്ന് പറയുന്നത് മെറ്റൽ ആണ്. മെറ്റൽ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് കാണുന്നത്, നോൺ മെറ്റൽ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. അപ്പം നോൺ മെറ്റൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമുക്കിനി ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് അമോണിയയുടെ പ്രിപ്പറേഷനാണ് പഠിക്കാനുള്ളത്. അമോണിയ, NH3. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ, നൈട്രജൻ ഏത് ഗ്രൂപ്പിൽ വരുന്ന ആളാ, 15th ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ് വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും, 2,5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അമോണിയ എന്ന് പറയുന്ന ആരൊക്കെ ചേർന്നതാണ്, നൈട്രജനും ഹൈഡ്രജനും ചേർന്നതാണ് അമോണിയ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 1 ആണ്. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 1 ഇലക്ട്രോൺ. അപ്പം നമ്മൾ ഡോട്ടഡ് ഡയഗ്രാം വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കുക, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വരച്ച് നോക്കാമല്ലോ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നൈട്രജനെ സംബന്ധിച്ചിടത്തോളം 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഡോട്ടഡ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുക, 1 2 3 4
5 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 5 ഇലക്ട്രോണും ആയി. അപ്പം നൈട്രജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. അപ്പം നൈട്രജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ ഇനി ആരും കൂടി വേണം? 3 ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ ഒരു ഹൈഡ്രജൻ എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? 1 ഇലക്ട്രോണേ കൊടുക്കാൻ പറ്റുള്ളൂ. ഹൈഡ്രജന്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ട്രോണിനെ ക്രോസ് മാർക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 3 ഹൈഡ്രജൻ വരും. 3 ഇലക്ട്രോൺ ആർക്ക് വേണം? നൈട്രജന് വേണം, കൊടുക്കണം. ഒരു ഹൈഡ്രജന് 1 ഇലക്ട്രോണേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ 3 ഹൈഡ്രജൻ വരും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ഇവിടെ വന്ന് നിൽക്കും, വേറൊരു ഹൈഡ്രജൻ ഇവിടെ വന്ന് നിൽക്കും, വേറൊരു ഹൈഡ്രജൻ ഇവിടെ വരും. അപ്പം എന്ത് ചെയ്യും? ഹൈഡ്രജൻ എത്ര വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ? ഹൈഡ്രജന് സ്റ്റെബിലിറ്റി കിട്ടാൻ 2 ഇലക്ട്രോൺ മതി. കാരണം എന്താ? ഹൈഡ്രജന് ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, K ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര ഇലക്ട്രോൺ മതി? 2 ഇലക്ട്രോൺ മതി ഹൈഡ്രജന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി. എന്നാൽ ബാക്കിയുള്ള എലമെന്റ്സിനോ 8 എണ്ണം വേണം. അപ്പോൾ ഹൈഡ്രജന് എന്ത് ചെയ്യും? നൈട്രജൻ അതിൻ്റെ 1 ഇലക്ട്രോൺ കൊടുക്കും. അപ്പോൾ ഹൈഡ്രജൻ, ഈ ഹൈഡ്രജന് സ്റ്റെബിലിറ്റി കിട്ടിയല്ലോ. ഇനി അടുത്ത ഹൈഡ്രജൻ ഇതാ, നൈട്രജൻ അതിൻ്റെ 1 മറ്റേ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈഡ്രജന് സ്റ്റെബിലിറ്റി ആയല്ലോ. ഈ നൈട്രജൻ ഒരു ഇലക്ട്രോണിന് ഈ ഹൈഡ്രജനും കൊടുത്തു. അപ്പോൾ ഈ ഹൈഡ്രജനും സ്റ്റെബിലിറ്റി ആയി. ഈ 3 ഹൈഡ്രജനും എന്ത് ചെയ്യും? അവരുടെ 1 ഇലക്ട്രോൺ നൈട്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. പരസ്പരം ഷെയർ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത് അവർ തമ്മിൽ. അപ്പം എന്ത് ചെയ്യും? നൈട്രജന് ഷെയറിങ്ങിലൂടെ എന്ത് സംഭവിച്ചു? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ള അമോണിയ NH3യുടെ സ്ട്രക്ചറാണ് ഈ കാണിച്ചു തന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അമോണിയയുടെ പ്രിപ്പറേഷൻ, നിർമ്മാണം നോക്കാനുണ്ട്, പ്രോപ്പർട്ടീസ് പ്രത്യേകതകൾ നോക്കാനുണ്ട്, യൂസസ് ഉപയോഗം കൂടി നോക്കാനുണ്ട്. അപ്പം നമുക്കത് ഒരു പട്ടിക പോലെ അങ്ങ് പഠിച്ചേക്കാം. നോക്കാം. നൈട്രജന്റെ നിർമ്മാണമുണ്ട്, പ്രത്യേകതകളുണ്ട്, ഉപയോഗമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു നിർമ്മാണം. നിങ്ങൾ ഇക്വേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിനൊരു പിക്ചറൊക്കെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ താഴെ കുറേ ഒബ്സർവേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ റിവിഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് അതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അമോണിയം നിർമ്മിക്കാൻ വേണ്ടി ആദ്യം എടുത്തിരിക്കുന്ന സാധനം ആരാ? അമോണിയം ക്ലോറൈഡ് എടുത്തു. എന്നിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. അമോണിയം കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? കാൽഷ്യം ക്ലോറൈഡ് കിട്ടി. അതിൻ്റെ കൂടെ ആരുണ്ട്? കുറച്ച് വാട്ടറും ഉണ്ട്. പിന്നെയോ കുറച്ച് അമോണിയം കൂടി കിട്ടി. അപ്പം നമ്മളെ ആൾ കിട്ടിയല്ലോ. അപ്പം എങ്ങനെയാണ് അമോണിയനെ കിട്ടുക? ഇത് അമോണിയനെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ അമോണിയം ക്ലോറൈഡ് എടുത്തു. അമോണിയം ക്ലോറൈഡിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ബൈ പ്രൊഡക്റ്റായിട്ട് കാൽസ്യം ക്ലോറൈഡും കുറച്ച് വാട്ടറും പിന്നെ ആരും കൂടി കിട്ടി? നമുക്ക് വേണ്ട അമോണിയനെയും കൂടി കിട്ടി. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ, ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അമോണിയനെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ജാർ ഉണ്ടല്ലോ, ആ ജാർ എപ്പോഴും നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ട്, ജാർ എപ്പോഴും എങ്ങനെയാണ് വെക്കുക? കമഴ്ത്തിയാണ് വെക്കുക, തല തിരിഞ്ഞിട്ടാണ് വെക്കുക. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് ഇൻസ്ട്രുമെന്റ് കണ്ടാൽ മനസ്സിലാവും. അമോണിയനെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജാർ എപ്പോഴും തലകീഴായി കമഴ്ത്തി ഇൻവേർട്ടഡ് ഫോമിലാണ് വെക്കുന്നത്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അമോണിയ കളക്ട് ചെയ്യുന്ന ജാറ് ഇൻവേർട്ടഡ് ആയി വെക്കുന്നത്, ജാറ് തലകീഴായി കമഴ്ത്തി വെക്കുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം എന്തായിരിക്കും കാരണം? എന്തിനാണ്? അമോണിയ എന്ന് പറയുന്നത്, അമോണിയക്ക് ഡെൻസിറ്റി വളരെ കുറവാണ്. അമോണിയക്ക് ഡെൻസിറ്റി, സാന്ദ്രത വളരെ കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ എപ്പോഴും എങ്ങോട്ടാ പോവുക? മുകളിലേക്ക് പോകും. അപ്പോൾ ഉണ്ടായ അമോണിയയ്ക്ക് ആവിയായിട്ട് മുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്? ജാറ് കമഴ്ത്തി വെക്കുന്നത്. ഒരു ഗ്ലാസ് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഒരു ജാറ് കമഴ്ത്തി വെച്ചാൽ മുകളിലോട്ട് പോകുന്ന ആ ഒരു വാതകം, ഉണ്ടായ അമോണിയ ആ ഗ്ലാസ് ജാറിൻ്റെ വായഭാഗത്ത് തട്ടി എന്ത് ചെയ്യും? താഴോട്ടേക്ക് തന്നെ വരും. അപ്പോൾ പുറത്തേക്ക് എവിടെയും പോയില്ല. വലിയ ഹൈറ്റ് പോയാൽ നമുക്കതിനെ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജാറ് കമഴ്ത്തി വെക്കുമ്പോൾ, കളക്ട് ചെയ്യുന്ന ജാറ് കമഴ്ത്തി വെക്കുമ്പോൾ ആ ജാറിൻ്റെ ഭാഗത്ത് തട്ടി, മുകളിലെ ഭാഗത്ത് തട്ടിയിട്ട് അത് തിരിച്ചു വരും. ഇനി വേറൊരാളാണ് ഡ്രൈയിങ് ഏജൻ്റായിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത്? കാൽഷ്യം ഓക്സൈഡ്. ഇതും ശ്രദ്ധിക്കണം. അമോണിയയുടെ നിർമ്മാണത്തിൽ കാൽഷ്യം ഓക്സൈഡ് ഡ്രൈയിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്.
കാരണം എന്താ, ഈ അമോണിയ ഉണ്ടാവുന്ന സമയത്ത് ഒപ്പം ആരും കൂടി ഉണ്ട്, വാട്ടറും കൂടി ഉണ്ട്. അപ്പോൾ അമോണിയക്ക് വാട്ടറിന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അമോണിയ എന്ത് ചെയ്യും, വാട്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പരം കൂടി ചേർത്ത് അതിൻ്റെ അകത്ത് ഡിസോൾവ് ആയിട്ട് എന്തൊക്കെ സംഭവിക്കും, അമോണിയയും വാട്ടറും ചേർന്നിട്ട് അമോണിയം ക്ലോറൈഡ് ആയിട്ട് മാറും. അമോണിയം ക്ലോറൈഡ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ പ്യുവറായ അമോണിയ ആണ് ഉണ്ടാകുന്നത്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന വേറെ ഒരു വസ്തുവാണ്. അപ്പം നമുക്ക് പ്യുവറായ അമോണിയ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഉണ്ടാവുന്ന വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, ആഗിരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കും, ശോഷകാരകമായിട്ട് നമ്മൾ കാൽഷ്യം ഓക്സൈഡ്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് കാൽഷ്യം ഓക്സൈഡിനെ ഉപയോഗിക്കുന്നു. അപ്പം നിർമ്മാണം മനസ്സിലായോ? അമോണിയം ക്ലോറൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം ക്ലോറൈഡും വാട്ടറും അമോണിയം ഉണ്ടാകുന്നു. ബൈ പ്രൊഡക്റ്റ് കാൽഷ്യം ക്ലോറൈഡും വാട്ടറുമാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന അമോണിയയിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്ത് അമോണിയം ക്ലോറൈഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡ്രൈയിങ് ഏജന്റ്, ശോഷകാരകമായിട്ട് ആരും ഉപയോഗിക്കുന്നു, കാൽഷ്യം ഓക്സൈഡിനെ ഉപയോഗിക്കുന്നു. പേര് മാറിപ്പോയത് കാൽഷ്യം ഓക്സൈഡാണ് അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അമോണിയ കളക്ട് ചെയ്യുന്ന ജാർ, അമോണിയനെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജാർ എപ്പോഴും ഇൻവേർട്ടഡ് ഫോമിൽ കമഴ്ത്തിയാണ് വെക്കുന്നത്, തലകീഴായിട്ടാണ് വെക്കുന്നത്. എന്തുകൊണ്ടാണ്? ഉണ്ടാവുന്ന അമോണിയ, നമ്മുടെ അമോണിയ എന്ന് പറയുന്നത് ഡെൻസിറ്റി വളരെ കുറവാണ്, അമോണിയയുടെ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോയി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാർ, കളക്ട് ചെയ്യുന്ന ജാർ എപ്പോഴും തലകീഴായി വെക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രത്യേകത, പ്രോപ്പർട്ടീസിലേക്ക് പോവാം. അമോണിയക്ക് എപ്പോഴും എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. ബേസിക് നേച്ചർ ആണെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക? ലിറ്റ്മസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ബേസിക് ആണെങ്കിൽ എന്താ സംഭവിക്കുക? റെഡ്, ചുവന്ന കളറിനെ എന്താക്കി മാറ്റും? ബ്ലൂ ആയിട്ട് മാറ്റും. ആര്? ബേസിക് ചുവന്ന കളറിനെ ബ്ലൂ ആയിട്ട് മാറ്റും. അതാണ് സംഭവിക്കുക. ആര്? ബേസിക്. ഓക്കെ. ഇനി ബേസിക് ഗുണമാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? ചുവന്ന നിറത്തെ എന്താക്കി മാറ്റുന്നത്? നീലയാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇനി അതിൻ്റെ സ്മെല്ല്, പഞ്ചന്റ് സ്മെല്ല്, വളരെ രൂക്ഷഗന്ധമായിരിക്കും ഉണ്ടാവുക. നമുക്ക് സഹിക്കാൻ പറ്റില്ല, രൂക്ഷഗന്ധമായിരിക്കും ആർക്കുണ്ടാവുക? അമോണിയത്തിന് ഉണ്ടാവുക. ഡിസോൾവ് ഇൻ വാട്ടർ, വാട്ടറിൽ ഡിസോൾവ് ആകും, ലയിക്കുന്നതാണ്, ജലത്തിൽ ലയിക്കുന്നതാണ്. കംപ്രസിബിൾ നേച്ചർ, നമുക്ക് അതിനെ എന്താക്കാൻ വേണ്ടി പറ്റും? പ്രഷർ അപ്ലൈ ചെയ്ത്, മർദ്ദം കൊടുത്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കംപ്രസ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. ഫെർട്ടിലൈസർ, അതായത് രാസവളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പെസ്റ്റിസൈഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫയർ ക്രാക്കേഴ്സ്, എക്സ്പ്ലോസീവ്, അതായത് സ്ഫോടക വസ്തുക്കൾ, അവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അമോണിയ ക്ലിയർ ആയല്ലോ. പ്രിപ്പറേഷൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു, യൂസസ് പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, അഥവാ ഉഭയദിശാ പ്രവർത്തനം അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞു. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പം ഞാനൊരു റിയാക്ഷൻ എഴുതി. റിയാക്ഷൻ നോക്ക്. H2 + I2. കൃത്യമായി ശ്രദ്ധിക്കണം. ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് കണ്ടന്റ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ബൈഹാർട്ട്, ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ബൈഹാർട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, മനഃപ്പാടമാക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ ഈ എല്ലാം തന്നെ മനഃപ്പാടമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം, കണ്ടന്റ് മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടി. ഇതാ H2 + I2 gives 2HI. വേറൊരു ഇക്വേഷൻ എഴുതാം. C + O2 gives CO2. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് നോക്കി. ഒന്നാമത്തെ ഇക്വേഷനും നോക്ക്, രണ്ടാമത്തെ ഇക്വേഷനും നോക്കി. എന്തൊക്കെയാ പ്രത്യേകത കാണുന്നേ? ഒന്നാമത്തിൽ 2 ഏരോ മാർക്ക് കാണുന്നുണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഇവിടെയോ ഒറ്റ ഏരോ മാർക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഏരോ മാർക്കിന്റെ മീനിങ് എന്താ? ഇത് എന്തായിട്ട് മാറുന്നു? ഇതായിട്ട് മാറുന്നു. ഈ ഭാഗത്തിന് നമ്മൾ എന്താ പറയാം? റിയാക്റ്റൻ, അഭികാരകങ്ങൾ എന്ന് പറയുന്നു. ഇതിനെ എന്ത് പറയും? പ്രൊഡക്റ്റ്, ഉൽപ്പന്നം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഒറ്റൊരു ഏരോ മാർക്കിന്റെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരോ മാർക്കിന്റെ അർത്ഥം എന്താ? അഭികാരകങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറുന്നു. ഇവിടെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? കാർബണും ഓക്സിജനും ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അഭികാരകം ഉൽപ്പന്നമായിട്ട് മാറുന്നു. ഓക്കെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഏരോ മാർക്ക് കിട്ടും, അതായത് HI.
HI അല്ലേ ഉണ്ടാവുന്നത്. HI എന്തായിട്ട് മാറുന്നു? H2+I2. അതിന്റെ അർത്ഥം എന്താ? ഉൽപ്പന്നം അഭികാരകമായിട്ട് മാറുന്നു, പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ നോക്കിയേ, അഭികാരകം ഉൽപ്പന്നമായിട്ട് മാറുന്നു, റിയാക്റ്റന്റ് എന്തായിട്ട് മാറുന്നു? റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. പ്രൊഡക്റ്റ്, റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അഭികാരകം എന്തായിട്ട് മാറുന്നു? ഉൽപ്പന്നമായിട്ട് മാറുന്നു. ഇങ്ങനെ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷൻ, അഭികാരകം ഉൽപ്പന്നമാകുന്ന റിയാക്ഷൻ നമ്മളൊരു പേര് പറയും ഫോർവേഡ് റിയാക്ഷൻ, മുന്നോട്ടുള്ള റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ. മലയാളത്തിൽ എന്ത് പറയും? പുരോപ്രവർത്തനം എന്ന് പറയും. പുരോപ്രവർത്തനം. അഭികാരകം ഉൽപ്പന്നമായി മാറുന്ന റിയാക്ഷൻ പുരോപ്രവർത്തനം. അപ്പൊ നോക്കിയേ, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷൻ, അഭികാരകം ഉൽപ്പന്നമാകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം എന്ന് പറയുന്നു. എന്നാൽ പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആവുന്നു, ഈ ഉണ്ടായ സാധനം എന്താവുന്നു? തിരിച്ച് റിയാക്റ്റന്റ് ആയി മാറുന്നു. അതിനെ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആവുന്നതിനെയാണ് ബാക്ക്വേർഡ്, തിരിച്ചു നടക്കുന്നു. ഉണ്ടായ സാധനം വീണ്ടും പഴയതുപോലെ തന്നെ ആവുന്നു. അതിനെ പറയുന്ന പേരാണ് അഭികാരകം ഉൽപ്പന്നമായി മാറുന്നതിനെയാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും. നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ ഉള്ളത്, രണ്ട് ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏരോ ഉള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മുന്നോട്ട് നടക്കുന്ന റിയാക്ഷനെ നമ്മൾ പുരോപ്രവർത്തനം എന്ന് പറഞ്ഞു. ഈ ഒരു റിയാക്ഷൻ നോക്കി, ഒറ്റ ഏരോ മാർക്ക് മാത്രമേ ഉള്ളൂ. എന്താ നടക്കുന്നത്? പുരോപ്രവർത്തനം നടക്കുന്നത്. എന്നാൽ തിരിച്ച് ഏരോ മാർക്ക് ഉണ്ടോ? ഇല്ല. പശ്ചാത് പ്രവർത്തനം നടക്കുന്നില്ല. അപ്പം കിട്ടിയോ? റിവേഴ്സിബിൾ റിയാക്ഷൻ, റിവേഴ്സിബിൾ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനം, ഉഭയദിശാ പ്രവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഒരുപോലെ നടക്കുന്നു. ഒരു റിയാക്ഷനിൽ തന്നെ, ഒരു രാസപ്രവർത്തനത്തിൽ തന്നെ, ഒരു റിയാക്ഷനിൽ തന്നെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നു. പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഫോർവേഡ് അല്ലെങ്കിൽ ഫോർവേഡ് പ്ലസ് ബാക്ക്വേർഡ്. ഒരു റിയാക്ഷനിൽ തന്നെ ഫോർവേഡ് റിയാക്ഷനും നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കണം. പുരോപ്രവർത്തനവും നടക്കണം, പിന്നെ എന്തും കൂടി നടക്കണം? പശ്ചാത് പ്രവർത്തനവും കൂടി നടക്കണം. ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ റിയാക്ഷനിൽ തന്നെ ഫോർവേഡ് റിയാക്ഷനും നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കണം. ഏതുപോലെ? ഇതാ H2+I2 gives 2HI. കണ്ട, ഇവിടുന്ന് എന്തായിട്ട് മാറുന്നു? ഇപ്രായം അഭികാരകം ഉൽപ്പന്നമാകുന്നുണ്ട്, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആവുന്നു. അതുപോലെ തന്നെ എന്താവുന്നു? ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് അപ്പം തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കണം. അപ്പം റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡബിൾ ഹെഡഡ് ആരോ ഉണ്ടായിരിക്കും. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ, ഒറ്റ ഭാഗത്തേക്ക് മാത്രമേ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ, ഒരു ഭാഗത്തേക്ക് മാത്രം. അതിനെയാണ് ഏകദിശാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏകദിശാ പ്രവർത്തനം, ഏകദിശാ പ്രവർത്തനം. ഏകദിശ എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേക്ക് മാത്രം. ഇറിവേഴ്സിബിൾ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കൂല. അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് നടക്കുള്ളൂ? റിയാക്ഷൻ നടക്കുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായോ? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ തന്നെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നതിനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഏകദിശാ പ്രവർത്തനം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ എടുത്തത് തന്നെ H2+I2. ഞാൻ എന്ത് ചെയ്തു? ഒരു ബീക്കറിൽ H2+I2, ഇതാ ഒരു ബീക്കർ ഉണ്ട്. ഇനി ഞാൻ H2+I2 മിക്സ് ചെയ്തു. ഇപ്പം എല്ലാം മിക്സ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം 10 ഗ്രാം ഉണ്ട്. 10 ഗ്രാം H2+I2 ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. H2I2 മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടു, ഈ ഒരു ബീക്കറിൽ ഇട്ടു. അപ്പോൾ ഹൈഡ്രജനും അയഡൈഡും ചേർന്നാൽ എന്താ സംഭവിക്കുക? H. 2 ഹൈഡ്രജൻ ഉണ്ട്, 2 അയഡൈഡ് ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 2HI ഉണ്ട്. അതൊന്നും നോക്കണ്ട, ഹൈഡ്രജനും അയഡൈഡും ചേർന്നിട്ട് HI ഉണ്ട്. അപ്പം റിയാക്ഷനിൽ ഈ ബീക്കറിൽ ഇടുമ്പോൾ എൻ്റെ കയ്യിൽ HI ഉണ്ടോ? ഇല്ല. എൻ്റെ കയ്യിൽ ഞാൻ മിക്സ് ചെയ്തത് എന്തൊക്കെയാ? 2
ഹൈഡ്രജനും മിക്സ് ചെയ്തു, അയഡൈഡും മിക്സ് ചെയ്തു. അപ്പം എത്ര ഗ്രാം ഉണ്ട്? 10 ഗ്രാം ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ എന്തില്ല? HI ഇല്ല. HI ആയില്ലല്ലോ, ഇല്ല. ഇനി ഇത് രണ്ടും തമ്മിൽ റിയാക്ഷൻ തുടങ്ങിക്കഴിയുമ്പോൾ എന്താ? ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞു. ഇതിൻ്റെ വെയിറ്റ് കുറയല്ലോ. ഇതെന്തായിട്ട് മാറി? കുറച്ച് HI ആയി. രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടും കൂടിയുള്ള ക്യാരക്ടറായിട്ട് മാറി. അപ്പം HI എന്തായി? 1 ഗ്രാം ആയേ. ഇതൊരു അസംഷൻ മാത്രം, ഞാനിത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇനിയിപ്പം 8 ഗ്രാമിലേക്കായി. രണ്ടും കൂടി കുറച്ചും കൂടി റിയാക്ഷൻ നടന്നു. അപ്പോൾ HI കുറച്ചും കൂടി ആയല്ലോ. പിന്നെ 7 ഗ്രാം ആയി. അപ്പോൾ ഇവിടെ 3 ഗ്രാം, 6, 5, 4 ഇങ്ങനെ ചുരുങ്ങി വന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 4, 5, 6, 7, 2, 1, 8, 9. ഇവിടെ 0 ആകുമ്പോൾ ഇവിടെ എന്താവും? 10 ആയി. ഇവിടെ 10 ഗ്രാം എടുത്തു. അത് അന്നേരം HI ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഇല്ലല്ലോ. പിന്നെ ഇവിടുത്തെ എമൗണ്ട് കുറഞ്ഞ് 0 ആവുമ്പം ഇവിടെ എന്തായി? കംപ്ലീറ്റ് ആയി. ഇതെല്ലാം എന്തായിട്ട് മാറി? HI ആയിട്ട് മാറി. നമുക്കിതൊരു ഗ്രാഫിൽ വരച്ചാലോ? നോക്കാലോ. ഒരു ഗ്രാഫ് എടുത്തു. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? സമയം മാർക്ക് ചെയ്തു. ഇവിടെയോ കോൺസെൻട്രേഷൻ. എന്തിൻ്റെ കോൺസെൻട്രേഷൻ? രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക്. രാസപ്രവർത്തനം എത്രത്തോളം നടക്കുന്നതിൻ്റെ നിരക്കെടുത്തു. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഇതാ എൻ്റെ കയ്യിൽ ഇത്ര 10 ഗ്രാം ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഉള്ളത്. അതെന്താ ചെയ്യുന്നത്? റിയാക്ഷൻ കഴിയുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. എവിടം വരെ എത്തി? ഇതാ 5 ഗ്രാം വരെ എത്തിയെന്ന് വിചാരിക്കാം. ഇതാ 5 ഗ്രാം എത്തിയപ്പോൾ ഇവിടെയുള്ള. ഓക്കെ. ഇനി ആ സമയത്ത് ഇവിടെ എന്നിട്ട് പിന്നെ ഇങ്ങനെ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് 0 ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 0 ടൈമിൽ എൻ്റെ കയ്യിൽ 10 ഗ്രാം ഉണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ HIയോ 0 ആയിരുന്നു. ഇതാ HI 0 ആയിരുന്നു. പിന്നെ ടൈം കൂടുന്നതിനനുസരിച്ച് HIക്ക് മാറ്റം വരുന്നുണ്ട്. ഇതാ മാറ്റം വന്ന് എവിടെ എത്തിയതാ? ഈ 5ൻ്റെ അടുക്ക് എത്തുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ടും ഈക്വലായി. ദാറ്റ് മീൻസ് ഇവിടുന്ന്, അതായത് H2 + I2 അത് തമ്മിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്താ പറഞ്ഞേ? റിയാക്റ്റൻ്റ് ഇങ്ങോട്ടേക്ക് പോവുക ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് പ്രൊഡക്റ്റ്. അതിന് എന്ത് പറഞ്ഞു? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പുരോപ്രവർത്തനം. ഈ HI തിരിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്? ഇതാ HI എന്തായിട്ട് മാറുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ച് HI ആയിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? തിരിച്ച് വീണ്ടും H2 + I2 തന്നെ ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇപ്പം H2 + I2 എന്തായിട്ട് മാറുന്നുണ്ട്? HI ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ HI എന്ത് ചെയ്യും? HIൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. HIൻ്റെ കോൺസെൻട്രേഷൻ കൂടി വന്നാൽ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടുള്ള റിയാക്ഷൻ നടക്കും? തിരിച്ചിട്ടുള്ള റിയാക്ഷൻ നടക്കും. ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇത് ഇങ്ങോട്ടേക്ക് നടക്കും. അന്നേരം റേറ്റ് കുറഞ്ഞു വരും. പിന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടി വരും. ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് പിന്നെ മൂവ് ചെയ്യും. അതായത് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പ്ലേസ് എത്തിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്കും ഈക്വൽ ആവുന്നു, തുല്യമാകുന്നു. അത് ആ ഒരു സ്ഥലം, അതിനെ പറയുന്ന പേരാണ് രാസസംതുലനം. ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇക്വിലിബ്രിയം എന്ന് പറയും. ഇക്വിലിബ്രിയം. ഇത്രയും മനസ്സിലായോ? രാസസന്തുലനം അഥവാ ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് തുല്യമാവുന്നു. എന്ന് വെച്ചാൽ ഒരു രാസപ്രവർത്തനത്തിലെ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമാകുന്ന ആ സ്ഥലത്തെ ആ കണ്ടീഷന് പറയുന്ന പേരാണ് രാസസന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇക്വിലിബ്രിയത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്ത് പ്രത്യേകത? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരുമ്പോൾ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടാവും? 5 കിട്ടിയ രണ്ട് ഭാഗത്തും. അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ്, പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ രണ്ടിൻ്റെയും നിരക്ക് തുല്യമായിരിക്കും. ഇനി അടുത്തതോ,
പ്രൊഡക്റ്റന്റ് ആൻഡ് റിയാക്റ്റന്റ് എക്സിസ്റ്റ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്റ്റന്റ് നടക്കുന്നുണ്ട്. H2 I2 എന്തായിട്ട് മാറുന്നുണ്ട്? HI ആയിട്ട് മാറുന്നുണ്ട്. ആ HI അപ്പം തന്നെ എന്താകുന്നുണ്ട്? തിരിച്ച് H2I2 ആകുന്നുണ്ട്. അപ്പം ഇക്വിലിബ്രിയം എപ്പോഴേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? റിവേഴ്സിബിൾ റിയാക്ഷനിൽ, ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ H2I2 റിയാക്ട് ചെയ്ത് HI ആയിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തിരിച്ച് എന്തായിട്ട് മാറും? H2ഉം I2 ആയിട്ട് മാറും. അപ്പം എപ്പോഴും എന്തുണ്ടാവും? പ്രൊഡക്റ്റും ഉണ്ടാവും, റിയാക്റ്റൻറ്റും ഉണ്ടാവും. ഇനി ഇക്വിലിബ്രിയം മോളിക്കുലാർ ലെവലിൽ എന്താണ്? ഡൈനാമിക് ആണ്. കാരണം എന്താ? മോളിക്യൂൾസ് H2I2 എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? HI ആയിട്ട് മാറുന്നുണ്ട്. HI ഡികമ്പോസ് ചെയ്തിട്ട് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, അഭികാരകമായി മാറുന്നുമുണ്ട്. അപ്പം എന്താ? മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, മോഷൻ പോസിബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൈനാമിക്, ഗതികമാണ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം, ആ കാര്യം ഓർമ്മ വെക്കണം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംവൃത വ്യൂഹം. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഒന്നും തന്നെ ഒരു പാർട്ടിക്കിൾസ് നമുക്ക് ഇട്ടു കൊടുക്കാനും പറ്റില്ല, തിരിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഇക്വിലിബ്രിയം അറ്റൈൻഡ് ചെയ്യുള്ളൂ. അപ്പം ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഒന്നും കൂടി പറയാം. രാസസന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത് പ്രവർത്തനത്തിന്റെയും നിരക്ക് തുല്യമായിരിക്കും. ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും, അതിന്റെ റേറ്റ് ഈക്വൽ ആയിരിക്കും. രാസസന്തുലനാവസ്ഥയിൽ അഭികാരവും ഉൽപ്പന്നവും ഉണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? റിയാക്റ്റന്റും ഉണ്ടാവും, പ്രൊഡക്റ്റും ഉണ്ടാവും. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്, ഡൈനാമിക് ആയിരിക്കും. തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സംവൃത വ്യൂഹത്തിൽ മാത്രമേ രാസസന്തുലനം കൈവരികയുള്ളൂ. സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് അങ്ങോട്ടേക്ക്, ഒരു പാർട്ടിക്കിൾസിനെയും നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനും പറ്റില്ല, അതിൻ്റെ അകത്തുള്ളതൊന്നും നീക്കം ചെയ്യാനും പറ്റില്ല. അപ്പം അവിടെ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? രാസസന്തുലനം കൈവരികയുള്ളൂ. ഇത്രയും ക്ലിയർ ആയോ? രാസസന്തുലനത്തിന്റെ ബേസിസിൽ പഠിക്കാനുള്ള വേറൊരു ലോ ആണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. പിന്നെ മൂന്നാമത്തെ ടോപ്പിക്കിലുള്ള ഇക്വിലിബ്രിയം എന്താണെന്നും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ നോക്കിയേ, ചാപ്റ്റർ സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ എല്ലാവരും ഒഴിവാക്കാതെ കൃത്യമായി ഇരുന്ന് പഠിക്കുക. അപ്പം നമുക്ക് അടുത്തത് നോക്കാം, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ലേ ഷാറ്റ്ലിയർ തത്വം. അപ്പോൾ ലേ ഷാറ്റ്ലിയർ തത്വം എന്താ പറയുന്നത്? ലേ ഷാറ്റ്ലിയർ തത്വം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ആ ലേ ഷാറ്റ്ലിയർ തത്വം അതുപോലെ പഠിക്കുക. അപ്പോൾ ലേ ഷാറ്റ്ലിയർ തത്വം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത കണ്ടീഷനിൽ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം ആയി എന്ന് വിചാരിക്കുക. റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്ന രാസസന്തുലനം എത്തി. ആ രാസസന്തുലനാവസ്ഥയിൽ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയ ഒരു റിയാക്ഷനിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം, ടെമ്പറേച്ചർ അതായത് താപനില അല്ലെങ്കിൽ അത് താപനില, ഈ മൂന്നെണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാറ്റലിസ്റ്റ്, ഉൽപ്രേരകം ആഡ് ചെയ്തു. അപ്പൊ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമല്ലോ. അതായത് ഇക്വിലിബ്രിയ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ, രാസസന്തുലനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ എന്ത് മാറ്റുന്നു? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഗാഢത, മർദ്ദം, താപനില ഇവയിൽ മാറ്റം വരുത്തുകയോ ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുകയോ ഇടുവോ അല്ലെങ്കിൽ ചേർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സിസ്റ്റം എന്താ ചെയ്യുക? ആ സിസ്റ്റം അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫലം കിട്ടുമല്ലോ. ആ ഫലം ഇല്ലാണ്ടാക്കാൻ വേണ്ടി, ആ ഒരു എഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സിസ്റ്റം തന്നെ ചെറിയൊരു ചേഞ്ച് നടത്തും, സിസ്റ്റം തന്നെ ഒന്ന് ട്രൈ ചെയ്യും എന്നാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒന്നും കൂടി പറയാം, രാസസന്തുലനാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു റിയാക്ഷൻ, കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്ന ഒരു റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഗാഢത, മർദ്ദം, താപനില, ഉൽപ്രേരകം ഇവയിൽ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാറ്റം വരുത്തിയ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം ആ മാറ്റം വഴി ഉണ്ടാവുന്ന ഫലം അല്ലെങ്കിൽ എഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സിസ്റ്റം തന്നെ ചെറിയ ചേഞ്ചസുകൾ വരുത്തും. അതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. നമ്മൾ ആദ്യം എന്തെടുത്തു? കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എടുത്തു നോക്കൂ. H2 plus I2
ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാ? റിവേഴ്സിബിൾ ഉഭയദിശാ പ്രവർത്തനത്തിൽ. എന്ത് കിട്ടി? 2HI. ഗാഢത വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗാഢത എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. രണ്ട് കണ്ടീഷനിലുണ്ട്. നമുക്ക് ആദ്യം റിയാക്റ്റന്റ് അഭികാരകത്തിന്റെ സൈഡ് എടുക്കാം. നമ്മൾ എന്ത് ചെയ്തു? അഭികാരകം റിയാക്റ്റന്റ് സൈഡ് എടുത്തു, അല്ലെങ്കിൽ അഭികാരകം. നമ്മൾ എന്താ ചെയ്തേ? H2+I2ന്റെ എന്ത് ചെയ്തു? ഗാഢത കുറച്ചു കൊടുത്തു. താഴോട്ടേക്ക് സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഗാഢത കുറച്ചു കൊടുത്തു. ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കുക? ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അഭികാരകങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? HI ഉൽപ്പന്നമാണ് ഉണ്ടാവുന്നത്. ഈ HI ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? H2+I2 ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം തന്നെ എടുത്തത് നമ്മുടെ അഭികാരകങ്ങൾ റിയാക്റ്റന്റിന്റെ ഗാഢത ഞാൻ കുറച്ചു. ഇതിനെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞു. അപ്പൊ ഇവിടെ ഇതിന്റെ എപ്പോഴും ഈക്വൽ ആയിട്ട് നിൽക്കണ്ടേ? ഇതിന്റെ എമൗണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുക ചെയ്യുക സിസ്റ്റം. ഞാൻ കുറച്ച സിസ്റ്റം അത് ഉണ്ടാക്കും. ഇത് ഞാൻ കുറച്ചു. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടന്ന HI ഡിക്കമ്പോസ് ചെയ്താൽ വീണ്ടും ഇത് ഉണ്ടാവും. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? സിസ്റ്റം ഫാസ്റ്റ് ആയിട്ട് കൂട്ടിക്കൊടുക്കും. ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് വേഗത്തിൽ നടക്കും. റിയാക്റ്റന്റ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ വേഗത്തിൽ നടത്തിക്കും. അന്നേരം എന്താവും? വീണ്ടും റിയാക്റ്റന്റ് ആയി. ഞാൻ എത്രയാണോ റിയാക്റ്റന്റിന്റെ അളവ് കുറച്ചത് അത്ര തന്നെ റിയാക്റ്റന്റ് ഉണ്ടാകുന്നവരെ ഫാസ്റ്റ് ആയിട്ട് ആര് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ക്ലിയർ ആയോ? ഇനി ഞാൻ പ്രൊഡക്റ്റ് കൂട്ടി എന്ന് വിചാരിക്കും. വേണ്ട, പ്രൊഡക്റ്റ് നമുക്ക് കുറച്ചളയാം. ആദ്യം നമുക്ക് എല്ലാം കുറക്കാം. പ്രൊഡക്റ്റ് ഞാൻ കുറച്ചു, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടായത് ഞാൻ എടുത്തു മാറ്റി. HI ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചെടുത്തങ്ങ് മാറ്റി. അപ്പൊ സിസ്റ്റം എന്താ ചെയ്യുക? സിസ്റ്റം വീണ്ടും HI ഉണ്ടാക്കും. HI ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ. ഇവിടുന്ന് ഇങ്ങോട്ട് പോയാലാണ് ഫോർവേഡ് പുരോപ്രവർത്തനം നടക്കുക. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിലാക്കും. ഇവിടെ പശ്ചാത്പ്രവർത്തനം എന്ത് ചെയ്യും? കൂട്ടിക്കൊടുക്കും. ഇവിടെ പുരോപ്രവർത്തനം വേഗത്തിലാക്കും. ക്ലിയർ ആയോ? ഇനി അടുത്ത വേറൊരു കാര്യം പറയാം. റിയാക്റ്റന്റ് എന്ത് ചെയ്തു? റിയാക്റ്റന്റ് കൂട്ടിക്കൊടുത്തു. അതായത് H2+I2 അഭികാരകം എന്ത് ചെയ്തു? കൂട്ടിക്കൊടുത്തു. അഭികാരകം കുറച്ച് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ കുറേ കൊടുത്തു അഭികാരകം. അപ്പൊ എന്തായിട്ട് മാറും? അത് അഭികാരം കൂടിക്കഴിഞ്ഞ് ഇവിടെ ഉൽപ്പന്നം കുറഞ്ഞു. അപ്പൊ രണ്ട് ഈക്വൽ ആയിട്ട് നിൽക്കണ്ടേ? അപ്പൊ കൂടിയതിന് ഈക്വൽ ആവാൻ വേണ്ടി എന്ത് ചെയ്യും? HI കൂട്ടണം. അപ്പം എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്ത് കൊടുക്കും? കൂട്ടിക്കൊടുക്കും. പുരോപ്രവർത്തനം എന്താവും? കൂട്ടിക്കൊടുക്കും. ഇനി ഞാൻ പ്രൊഡക്റ്റ് കൂട്ടി എന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് കൂട്ടി, അതായത് ഉൽപ്പന്നം ഞാൻ കൂട്ടിക്കൊടുത്തു. ഉൽപ്പന്നം കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം എന്താ ചെയ്യുക? ഉൽപ്പന്നം കൂട്ടിയാല് എന്ത് ചെയ്യണം? ഉൽപ്പന്നം ഉണ്ട്, ഞാൻ കൂട്ടിയ ഉൽപ്പന്നം അവിടെ കുറക്കണം. ഓക്കെ, അല്ലെങ്കിൽ റിയാക്റ്റന്റ് കൂട്ടണം. ഉൽപ്പന്നം കുറക്കണ്ടിക്ക് എന്താ ചെയ്യുക? ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കണം. ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് എന്താക്കണം? H2+I2 ആക്കണം, കൺസ്യൂം ചെയ്യണം. ഈ H2+I2 കൺസ്യൂം ചെയ്താലേ എന്താവുള്ളൂ? HI ആവുള്ളൂ. HI കൺസ്യൂം ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? H2+I2 കിട്ടുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതിനെ കൺസ്യൂം ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, ഈ ഇക്വേഷൻ തന്നെ നോക്ക്. ഒരു ഇക്വേഷനും ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോവേണ്ട ആവശ്യമേ ഇല്ല. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടി കാര്യം മനസ്സിലാക്കി പഠിക്കുക. കാരണം പുതിയൊരു ഇക്വേഷനാണ് എക്സാമിന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി പാടില്ല. കാര്യങ്ങൾ നോക്കുക. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി, അഭികാരകത്തിന്റെ ഗാഢത ഞാൻ കൂട്ടിക്കൊടുത്തു. അഭികാരകത്തിന്റെ ഗാഢത കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഇത് കൂട്ടി. അപ്പം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കുറക്കണം. ഇതിനെ കുറക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇതാക്കി മാറ്റണം. ഇതാക്കി മാറ്റുന്ന റിയാക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ പുരോപ്രവർത്തനം. അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു എന്ന് വിചാരിക്കും. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ കുറച്ചു, ഇവിടെ കുറച്ചു. അപ്പൊ ഇത് ആക്കണം. ഇതാക്കുക എങ്ങനെയാ? H2+I2. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ H2+I2, അതായത് പുരോപ്രവർത്തനം. അപ്പൊ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു കഴിഞ്ഞാൽ ഏതാ വേഗത്തിലാക്കേണ്ടത്? പുരോപ്രവർത്തനം വേഗത്തിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോസ് ചെയ്ത് റിവൈസ് ചെയ്ത് വീണ്ടും 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 കേട്ടു നോക്കുക. അപ്പൊ മനസ്സിലാവും.
ഇനി ഞാൻ അഭികാരകത്തിന്റെ ഗാഢത അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ ഇവിടെ കുറച്ചു. ഇതിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു, റിയാക്ടന്റിന്റെ അല്ലെങ്കിൽ അഭികാരകത്തിന്റെ കോൺസെൻട്രേഷൻ ഞാൻ കുറച്ചു. ആ ഉണ്ടാവുന്ന ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ അത് ഉണ്ടാവുന്ന റിയാക്ഷൻ ഏതാ? ഈ HIനെ വിഘടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, ഡീകമ്പോസ് ചെയ്താൽ ഇത് കിട്ടും. ഇതിന് ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അല്ലെങ്കിൽ ഇതാ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടി. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കുറവാണ്, എപ്പോഴും രണ്ടും ഈക്വൽ ആവണം. അപ്പം എന്ത് ചെയ്യും? സിസ്റ്റം എന്താ ചെയ്യുക? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പാട് ആ പ്രൊഡക്റ്റിനെ അടിച്ച് പൊളിച്ചിട്ട് എന്താക്കി മാറ്റും? നമ്മുടെ റിയാക്റ്റന്റ് ആക്കി മാറ്റും. പ്രൊഡക്റ്റിനെ റിയാക്റ്റന്റ് ആക്കുന്ന റിയാക്ഷൻ ഏതാ? പശ്ചാത് പ്രവർത്തനം. ക്ലിയർ ആയോ? വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. N2 plus 3H2 gives 2NH3. ഇവിടെ ഞാൻ N2 plus 3H2 ഞാൻ കൂട്ടിക്കൊടുത്തു. ഇത് കൂട്ടിക്കൊടുത്തു. അപ്പം ഇത് ഉണ്ടായി. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടിക്കൊടുത്തു. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കുറവായിരിക്കും. അപ്പം സിസ്റ്റം എന്താ ചെയ്യുക? വേഗം ഫോർവേഡ് റിയാക്ഷൻ എന്താക്കി മാറ്റും? അല്ലെങ്കിൽ പുരോപ്രവർത്തനം വേഗത്തിലാക്കും. ഇനി ഞാൻ ഇതിന്റെ കോൺസെൻട്രേഷൻ N2 plus 3H2ന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. ഇത് കുറച്ചു. അപ്പൊ എന്ത് ചെയ്യും? സിസ്റ്റം ഇത് ഉണ്ടാക്കുക ചെയ്യുക. നമ്മൾ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അത് നമ്മൾ കൂട്ടിയ സിസ്റ്റം അത് കുറക്കും. നമ്മൾ കുറച്ചാൽ സിസ്റ്റം അത് ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഏതാ? തിരിച്ചു നടക്കും. അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് ഇതുണ്ടാവും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം നടക്കും. അല്ല, ഞാൻ അമോണിയ എടുത്തു. അമോണിയന്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂട്ടിക്കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? അമോണിയന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അമോണിയന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ ആര് നോക്കും? സിസ്റ്റം നോക്കും. കുറക്കേണ്ടിക്ക് ഏതാ റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പശ്ചാത് പ്രവർത്തനം വേഗത്തിലാക്കും. ഇനി ഞാൻ അമോണിയന്റെ കോൺസെൻട്രേഷൻ കുറച്ചു. ഇതിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? അമോണിയ ഉണ്ടാക്കും. അമോണിയ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്ന പേര് പുരോപ്രവർത്തനം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഗാഢതയുടെ കേസിൽ. കൂടുതൽ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഗാഢത കഴിഞ്ഞു. ഇനി നമുക്ക് ആരുണ്ട്? പ്രഷർ, മർദ്ദമാണ് പറയുന്നത്.